കാറ്റത്തെ കിളിക്കൂടി ഇന്നത്തെ എപ്പിസോഡിൽ സുനിത കരഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് കയറി വരുവാണേ. സുനിത നിധിയോട് പറയുന്നുണ്ട്, എനിക്ക് വീട്ടിൽ കല്യാണം ആലോചിക്കുക, ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ എന്നൊക്കെ. അപ്പം നിധി പറയുന്നുണ്ട്, നീ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായത്, അന്ന് നീയല്ലേ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് സുഭാഷ് ചേട്ടൻ്റെ തലയിലെല്ലാം കെട്ടിവെച്ചു. എന്നിട്ടും സുഭാഷ് ചേട്ടൻ തെറ്റുകാരനല്ലെന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് വരാൻ നിനക്ക് തോന്നിയോ? അപ്പം നിനക്ക് നിന്റെ വീട്ടുകാരെ പേടി. എന്നിട്ട് നിധി പറയുന്നുണ്ട്, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും, നിന്നെ കുറ്റം പറയുന്നതല്ല, നിന്റെ വീട്ടുകാരെ എതിർത്ത് നിനക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ എന്തിനാ ദിവസവും ഒന്ന് സുഭാഷ് ചേട്ടനെ വിഷമിപ്പിക്കാൻ നിൽക്കുന്നേ? വീട്ടുകാരെ കണ്ടുപിടിച്ച ആളെ കിട്ടിയാൽ പോരെ. എന്നിട്ട് നിധി പറയുന്നുണ്ട് കേട്ടോ, നിനക്ക് സുഭാഷ് ചേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ വീട്ടുകാരെ എതിർത്ത് നിൽക്കണം, അതല്ല വീടാണ് പ്രധാനമെങ്കിൽ വീട്ടുകാരെ പറയുന്നത് കേൾക്കണം. ഇത് രണ്ടും പറ്റില്ലെന്ന് പറഞ്ഞാൽ അത് നിനക്കും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാണ്. ആദ്യം എന്ത് വേണമെന്ന് നീ തീരുമാനിക്കുക. വീട്ടുകാർ പറയുന്ന ആളെ കിട്ടുകയാണെങ്കിൽ മനസ്സ് അതിനു വേണ്ടി പാകപ്പെടുത്തും. നിനക്ക് വിഷമാവുമെന്ന് എനിക്കറിയാം, പക്ഷെ ഒരു തീരുമാനം എടുക്കാതെ സുഭാഷ് ചേട്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരരുത്. അപ്പോൾ സുധീഷ് മനസ്സിൽ പറയുന്നുണ്ട്, ഇത്രയും ഇഷ്ടം ഈ വീടിനോടുള്ളപ്പോൾ എങ്ങനെ ഞാൻ നിന്നെ വിട്ട് കളയും? ഒരു കാലത്തും നിന്നെ ഞാൻ വിടാൻ പോകുന്നില്ല. സുധീഷിന്റെ നിധിയുടെയും കല്യാണം നടത്തിയ പോലീസുകാരനെ കാണാനായിട്ട് സുധീഷ് രാത്രി വിളിച്ചു വരുത്താണ്. എന്നിട്ട് സാർ ചോദിക്കുന്നുണ്ട്, എന്നെക്കൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കുമല്ലോ, അതിൽ നീ വിളിച്ചു വരുത്തിയത് എന്താ കാര്യമെന്ന് പറയാൻ പറയുന്നുണ്ട്. അപ്പോഴാണ് ഫാരിയുടെ ഫോൺ പൊട്ടിയത്, പുതിയത് വാങ്ങിക്കണമെന്ന് പറഞ്ഞത്. അപ്പം പിന്നെ നിന്റെ പ്രശ്നം എന്താണെങ്കിലും അത് പരിഹരിക്കാമെന്ന് വിചാരിച്ചു. പോലീസുകാരൻ പ്രശ്നം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും സുധീഷ് പറയുന്നുണ്ട്, അവളുടെ അമ്മയും ചേച്ചിയും ഒക്കെ മാറി മാറി അവളെ ഫോണിൽ വിളിക്കുക, എന്നിട്ട് ഒരേ കരച്ചിലാണ്. അത് കേട്ട് അവളുടെ മനസ്സാകെ തളർന്നിരിക്കുക സാറേ. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അവളെയും കൂട്ടി അവിടെ പോയി താമസിക്കുക. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അവളെ കയറ്റും, പക്ഷേ എന്നെ അവിടെ കയറ്റില്ല. അവർ പറയുന്നത് എന്നെ ഡിവോഴ്സ് ചെയ്ത് അവൾ അവിടെ ചെല്ലാനാണ്. അവൾ എന്നോട് ചോദിക്കുക, എല്ലാവർക്കും ഇത്ര വിഷമമാണെങ്കിൽ നമുക്കങ്ങ് ഡിവോഴ്സ് ചെയ്താലോ എന്ന്. എല്ലാത്തിനും കാരണം അവളുടെ അമ്മയുടെ കരച്ചിലാ സാറേ. എന്നെയും എൻ്റെ വീട്ടുകാരെയും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അമ്മ കരഞ്ഞ് ശ്വാസം മുട്ടി മരിച്ചു എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ അവൾ കൺട്രോൾ വിട്ടുപോവാ സാറേ. രാവിലെ എല്ലാവരും പോയി കഴിഞ്ഞാൽ അവൾ പിന്നെ ഒറ്റയ്ക്കല്ലേ. വൈകുന്നേരം വരെ ഓരോരുത്തരെ വിളിച്ച് അവളെ ബ്രെയിൻ വാഷ് ചെയ്യും. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്താൽ ആരാണെങ്കിലും വീണു പോകും സാറേ. എന്നെ ഇവളെ കെട്ടിപ്പിടിച്ചിട്ടാണ് സാറേ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്നോടുള്ള ഇഷ്ടം ഒന്ന് ആലോചിച്ച് നോക്കിയേ. സാറ് നിധിയൊന്ന് വിളിക്കണം. പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള കല്യാണം ആയതുകൊണ്ട് ഡിവോഴ്സ് ഒന്നും പറ്റില്ല എന്ന് പറയണം. എടാ, അങ്ങനെ ഒരു നിയമം ഇല്ലല്ലോ സാറേ. ഈ അനിയന് വേണ്ടി സാർ ഒരു നിയമം വിട്ടൊന്ന് സഞ്ചരിക്കണം എന്ന് സുധീഷ് പറയുന്നു. സുധീഷ് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടാണ് അവളെ വിളിക്കുന്നതെന്ന് സാർ അവളോട് പറയരുത്. വക്കീൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. അപ്പം പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, ഏത് വക്കീലാണ് അങ്ങനെ പറയുന്നത്? അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ വിശ്വസിപ്പിച്ചോളാം. സുധീഷേ, ഇതൊക്കെ നിയമം വിട്ടുള്ള കളിയാ സാറേ. ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് കല്യാണം നടത്തി തന്ന ആളല്ലേ സാറ്. ഫോൺ ചെയ്യുന്നുണ്ട് വിരോധം ഉണ്ടായിട്ട് പറഞ്ഞതല്ല. പക്ഷേ അവളത് ആ വക്കീലിനോട് പറഞ്ഞാൽ അതോടെ എല്ലാം തീർന്നു. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതെല്ലാം ഞാൻ നോക്കിക്കോളാം സാറേ, എങ്ങനെയെങ്കിലും ഒന്ന് വിളിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പോലീസുകാരൻ ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നിധി ഏട്ടത്തിയെ വിളിക്കുകയാണ്. എനിക്ക് ആധാറിൻ്റെ നമ്പർ ഒന്ന് എടുത്തിരുമോ എന്ന് ഏട്ടത്തിയോട് ചോദിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും എടുത്തയക്കാം, എത്രയും പെട്ടെന്ന് പെറ്റീഷൻ മൂവ് ചെയ്യണം, ഞാൻ പിന്നെ വിളിക്കാം. താഴെ അരുണേട്ടനുണ്ട്, എപ്പോഴാണ് കയറി വരുന്നതെന്ന് അറിയില്ല. അതിനുശേഷം നിധി ഫോണിനകത്ത് ഡിവോഴ്സിനകത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടതെന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോഴും അതിനകത്ത് പറഞ്ഞ പോലെ തന്നെ ആധാർ കാർഡും ID കാർഡും ഒക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് നിധിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുകയാണ്. ഈ സമയത്ത് തന്നെ സുഭാഷ് അങ്ങോട്ട് വരുന്നുണ്ട്. നിധി സുഭാഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, ഒരു കല്യാണം നടത്താൻ എന്തൊക്കെ? സുഭാഷ് പറയുന്നുണ്ട്, അയ്യോ മോളെ, എനിക്കിതിനെക്കുറിച്ച് വല്ല ഐഡിയ ഇല്ല. വയസ്സും അഡ്രസ്സും ഒക്കെ അറിയാൻ ബർത്ത് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, പാൻ കാർഡ്, ഇതൊക്കെ വേണമായിരുന്നു. ഞാനിതൊന്നും കൊടുത്തതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല എന്ന് നിധി പറയുന്നുണ്ട്. എന്നോട് മാത്രം ഇതൊന്നും ചോദിച്ചിട്ടില്ല, സുധീഷ് കൊടുത്തായിരുന്നു. ചിലപ്പോൾ വീട്ടുകാരറിഞ്ഞ പ്രശ്നമാകുമെന്ന് വിചാരിച്ച് പ്രൂഫ് ഒന്നും വാങ്ങാത്തതായിരിക്കും. അല്ല, ഇപ്പം മോളെന്തിനാ അതൊക്കെ ആലോചിക്കുന്നത്? ഒന്നുമില്ല, വെറുതെ ആലോചിച്ചെന്ന് മാത്രം. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ നിധി നോക്കുമ്പോഴത്തേക്കും എല്ലാവരും ഉറക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ട് നിധി സുഭാഷ് ഏട്ടനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ കുളിക്കാൻ പോയപ്പോൾ ആരും എണീറ്റിരുന്നില്ല. അതെ, നിധി കുളിമുറിയിലോട്ട് പോയ ഉടനെ എല്ലാവരും എഴുന്നേറ്റ്. ഞാൻ പറഞ്ഞ പോലെ ആയില്ലേ, ഇതൊരു റൊട്ടീനായാൽ രാവിലെ 7 മണിക്ക് ശേഷം അവർ വിചാരിച്ച പോലെ അവർക്ക് ഉറങ്ങാൻ പറ്റില്ല. അതിനുശേഷം ഹരീഷ് അവിടെ വന്നിട്ട് വിളക്കൊക്കെ തെളിയിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് നിധിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം നിധി വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് മുറ്റമൊക്കെ കാണുമ്പോൾ സുധീഷ് അവിടെ വരുന്നുണ്ട്. സുധീഷിൻ്റെ അടുത്ത് ചോദിച്ച്, വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ? അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അത് രാവിലെ തന്നെ ഞാനങ്ങ് ചെയ്തു. സുധീഷാണോ ഇതൊക്കെ ചെയ്തതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. എന്തായാലും അടിച്ചു വാരിയത് സുധീഷ് ആണെങ്കിൽ വളരെ നന്നായിട്ടുണ്ട്. ഇതേ സമയത്ത് നികേഷ് അവിടെ വരുന്നുണ്ട്. മുറ്റം മുഴുവൻ അടിച്ചു വാരിയത് ഞാൻ ഏട്ടത്തി. അപ്പോൾ നിധി സുധീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇതിലും നുണ? അത് ആ ഭാഗത്തേക്ക് ഞാൻ അടിച്ചു വാരിയത് എന്ന് പറഞ്ഞിട്ട് സുധീഷ് ഓടി പോവാണ്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, അതൊക്കെ വിട്, എങ്ങനെയുണ്ട് എൻ്റെ പണി? നിധി പറയുന്നുണ്ട്, നീറ്റായിട്ടുണ്ട്. അതിനുശേഷം സുഭാഷ് ചേട്ടൻ അലക്കാൻ പോവാണ്. ആ സമയത്ത് സുധീഷ് സുഭാഷ് ചേട്ടൻ്റെ കയ്യിൽ ഡ്രസ്സെല്ലാം കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് നിധി പറയുന്നുണ്ട്, സ്വന്തം ഡ്രസ്സ് സ്വന്തമായിട്ടല്ലേ അലക്കേണ്ടത്? നികേഷ് വരെ തുണി അലക്കാൻ തുടങ്ങി, പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഹരീഷിൻ്റെ തുണിയൊക്കെ ഹരീഷ് തന്നെയാണ് കഴുകുന്നത്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, സാരമില്ല, ഇപ്പോഴത്തേക്ക് ഞാനങ്ങ് ചെയ്യാം. പക്ഷെ നിധി സമ്മതിക്കുന്നില്ല കേട്ടോ. ഈ സമയത്ത് ഭാസ്കരൻ അങ്ങോട്ട് വരും. ഭാസ്കരൻ തുപ്പുന്ന കണ്ടിട്ട് നികേഷ് ചോദിക്കുന്നുണ്ട്, ഒന്ന് മാറി തുപ്പിക്കൂടി അച്ഛാ. എടാ, എൻ്റെ വീട് എൻ്റെ പറമ്പ്, ഇവിടെ എവിടെ തുപ്പണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അപ്പോൾ നിധി പറയുന്നുണ്ട്,
അത് പറ്റില്ല. ഇപ്പം സംസാരിക്കുന്നത് അച്ഛനെ കൂടെ ചേർത്തിട്ട്. ഇത് കേട്ട് ഭാസ്കരൻ പറഞ്ഞു, ഈ വീട്ടിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് എൻ്റെ നിശ്ചയമാണ്. എങ്കിൽ ഈ വീട്ടിൽ അച്ഛൻ മാത്രമേ ഉണ്ടാവാൻ പാടുണ്ടായിരുന്നുള്ളൂ, വേറെ ആരും പാടില്ലായിരുന്നു. എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നപ്പോൾ പോലും എനിക്ക് ഒരു റൂൾസും ബാധകമല്ലായിരുന്നു. നീ ഇത് എന്ത് ഭാവിച്ചു? മുറ്റത്തൊന്നും ബീഡി കത്തിക്കരുത്, തുപ്പരുത്. ഇത് എൻ്റെ വീടാണ്, ഇവിടെ എൻ്റെ റൂൾസ്. അതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.